രാജ്യാന്തര വാർത്തകൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക ഐസൻ ജോസിനെയാണ്. ഐസൻ ആദ്യമേ വന്ന് പറഞ്ഞു കഴിഞ്ഞു പ്രേക്ഷകരോട് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ രണ്ട് വനിതാ പുലികളെ ഇങ്ങോട്ട് അയക്കുന്നു. ശക്തിയുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ, ഐസൻ മാത്രമല്ല. അതെ, ഇന്ന് ഇന്റർനാഷണൽ ഡെസ്ക് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് രണ്ട് വനിതകളാണ് എന്ന് ഐസൻ തന്നെയാണ് നേരിട്ട് വന്ന് നമ്മളോട് പറയാൻ ഏൽപ്പിച്ചത്. ശരി, എന്തായാലും ആദ്യത്തെ പ്രധാന വാർത്തയിലേക്ക് കടക്കാം. കാരണം റഷ്യയ്ക്ക് വൻതോതിൽ ഉപരോധവും ഉയർന്ന താരിഫും ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. സമാധാന കരാർ അന്തിമ ധാരണയിൽ എത്തുന്നത് വരെയായിരിക്കും ഈ ഉപരോധം ഉണ്ടാവുക. യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് റഷ്യയാണ്. ശാശ്വത സമാധാന ശ്രമങ്ങൾ വൈകരുത് എന്നുകൂടി ട്രംപ് സമൂഹ മാധ്യമ കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. അശ്വതി സതീഷ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കായി നൽകും. അശ്വതി, ട്രംപിന്റെ നിലപാടിൽ മാറ്റമാണോ അതോ റഷ്യയ്ക്ക് മേൽ ഉപരോധം പരിഗണനയിൽ എത്താനുള്ള കാരണം എന്താണ്? അതേ അനു, റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഉയർന്ന താരിഫും പരിഗണനയിൽ എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം യുക്രൈൻ യുദ്ധം തന്നെയാണ്. സൗദിയിൽ നടന്ന ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് തന്നെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞതും പിന്നീട് വീണ്ടും ചർച്ചകളാകാമെന്നും സമാധാന വാഗ്ദാനം നൽകിയതൊക്കെയും. അതിനുശേഷം ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പിന്നീടാണ് സെലൻസ്കിയുമായി ചർച്ച നടത്തുന്നത്. സെലൻസ്കിയുമായുള്ള ചർച്ചകൾ നടത്തിയത് നമുക്കറിയാം. അത് വൈറ്റ് ഹൗസിൽ ഏറെ പ്രശ്നങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചർച്ച അലസി പിരിയുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം സൈനിക സഹായം നിർത്തി, യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക നിർത്തിയതോടുകൂടി വീണ്ടും ഈ ചർച്ചകൾ ചർച്ചയായി. അതിനുശേഷമാണ് യുക്രൈനുമായിട്ട് വീണ്ടും ചർച്ച നടക്കുന്നതും പിന്നാലെയാണ് റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതായിട്ട് ട്രംപ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഉയർന്ന താരിഫും ഉണ്ടാവുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ശരി, ഓക്കെ.